കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹരിപ്രിയ എന്തിനാ ജ്യോതി ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്നേ? അവൾ എന്താ മാലാഖയോ? മാലാഖയൊന്നും അല്ലായിരിക്കാം. പക്ഷെ മാലാഖ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഇപ്പൊ അവള് ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കരുതുന്ന പോലെയല്ല ജ്യോതിയും DKയും തമ്മിലുള്ള ബന്ധം. അവര് തമ്മിൽ സ്നേഹത്തിന്റെ ഒരു ചങ്ങലയുണ്ട്. അതുകൊണ്ട് ജ്യോതിയുടെ കുഞ്ഞിനെതിരെ പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. DK എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നിങ്ങൾ ഈ അമരാവതിക്ക് പുറത്താ. അത് ഓർമ്മ വേണം എപ്പോഴും. ജ്യോതി, നീ എന്താ ഇവിടെ വന്ന് വിഷമിച്ചിരിക്കുക? ഏയ് ഇല്ല, അമ്മ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നല്ലോ. എനിക്കത് തന്നെ വലിയ കാര്യം. നീ ചെയ്തത് നന്നായി ജ്യോതി. നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ. മായയും താരയും പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. അവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാന്ന് മാത്രം കരുതിയാ മതി. താരയ്ക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കാം. പക്ഷേ മായ അങ്ങനെയല്ല. ഈ വീട്ടിൽ ആദ്യം വന്നു കയറിയ മരുമകളാവള്. ആളുകളെയും കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുള്ള ആളായിരുന്നു അവള്. അവക്കിത് എന്തു പറ്റിയെന്നുള്ളതാ എനിക്ക് മനസ്സിലാവാത്ത. അതൊന്നും സാരമില്ല. DKക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ ഈ കുടുംബത്തിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ അമ്മ എനിക്കെന്റെ സ്വന്തം അമ്മ തന്നെയാ. ഇവിടെയുള്ളവരെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ജ്യോതി. നിനക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ ഹരിപ്രിയ. ഞാനല്ല, ഒരു പക്ഷേ സുപ്രിയ പോലെ സമ്മതിക്കും നീയാണ് DKക്ക് ചേരുന്ന ഭാര്യയെന്ന്. താങ്ക്സ്. താരെ, നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നേ? എന്നാലും ആ ഹരിപ്രിയ ഇങ്ങനെ ജ്യോതിയുടെ പക്ഷം ചേരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവള് പക്ഷം ചേർന്നൊന്നും അല്ലല്ലോ. ജ്യോതി ചെയ്തത് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതത്ര നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മളാ പോയിരുന്നെങ്കിൽ വെറും 10 ലക്ഷം രൂപ വെച്ച് എല്ലാം സെറ്റിലാക്കിയേനെ. ഇതിപ്പോ 50 ലക്ഷം പോയില്ലേ? കൊള്ളാം. പോവാൻ പറ്റിയ പാർട്ടികളാ രണ്ടുപേരും. അവിടെ പോയി ഇങ്ങനെ വല്ല സംസാരിക്കേണ്ടി വന്നിരുന്നെങ്കിലേ രണ്ടിന്റെയും മുട്ടിടിച്ചേനെ. ഇതിപ്പോ ജ്യോതി ആയതുകൊണ്ട് അവരോട് സംസാരിച്ചു, കാര്യങ്ങള് രമ്യതയിലെത്തിച്ചു, കേസും പിൻവലിപ്പിച്ചു. എന്നിട്ടെന്താ 50 ലക്ഷം രൂപ കൊടുത്തില്ലേ? കൊടുത്തില്ലല്ലോ, കൊടുക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലോണോ? എടി, നീ അത് വിട്. 50 ലക്ഷം കൊടുത്താലും പ്രശ്നം തീരുമല്ലോ. 2 ജീവനുകളുടെ വിലയാ ഈ 50 ലക്ഷം. ആശുപത്രി കിടക്കുന്നവര് ഇനിയും ഉണ്ട്. അവളുടെ എടുത്തുചാട്ടത്തിനായി ഇത്രയും കൊടുക്കേണ്ടി വന്നത്. എന്നിട്ടെന്തേ നിങ്ങളാരും പോവാതിരുന്നത്? ഇത് തന്നെ നേരത്തെ ഹരിപ്രിയൻ ചോദിച്ചത്. നീയും അവളുടെ പക്ഷത്താണോ? ഞാൻ ആരുടെയും പക്ഷത്തല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ കൊണ്ടൊക്കെ അവിടെ പോവാനോ അവരെയൊക്കെ വിളിച്ചുകൂട്ടി പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാനോ കഴിയോ? ഇല്ലല്ലോ. പക്ഷേ ജ്യോതി അത് ചെയ്തു. അത് അവളുടെ മിടുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ അവഗണിക്കാം, പക്ഷെ ഉള്ളിലെങ്കിലും അവളെ അഭിനന്ദിക്കണം. ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചതിന്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അവളുടെ കുഞ്ഞിന്റെ ജാതകം നല്ല ബെസ്റ്റ് ജാതകമാ. ചിലപ്പോ ആ കുഞ്ഞിന്റെ ജാതകം കാരണമാണ് ഈ പ്രശ്നം സോൾവ് ആയതെങ്കിലോ? വിധി അങ്ങനെയാണെങ്കിലോ? കുശുമ്പും ഗുന്നായ്മയും മൂത്ത് നിങ്ങൾ ഇത് ഇല്ലാതാക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. മായച്ചി, ഇവളല്ലെങ്കിലും കാലുവാരിയ, ഇവളല്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇന്ന് നമ്മുടെ കൂടെ ആണെങ്കിൽ നാളെ ജ്യോതിയുടെ കൂടെ, മറ്റന്നാ വീണ്ടും നമ്മുടെ കൂടെ. കാലുവാരി. ആര് കാല് മാറിയാലും നമുക്ക് പ്രശ്നമില്ല, നമ്മള് കാല് മാറില്ല. അവൾ ഇതിൽ കമ്മീഷൻ അടിച്ചിട്ടുണ്ടോ മായച്ചി? കമ്മീഷനോ?
നീ എന്താടി പറയുന്നേ? 50 ലക്ഷം രൂപയല്ലേ കൊടുത്തത്, അതേന്നൊരു 5 വലിച്ച അവൾക്ക് എന്താ പൊളിക്കോ? ദേ, അനാവശ്യം പറയല്ലേ താരെ. ജ്യോതിയോട് നമുക്ക് എതിർപ്പുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവള് ചെയ്യില്ല. ഓഹോ, ഇപ്പൊ മായച്ചി അവളുടെ പക്ഷത്തായോ? ഞാൻ ആരുടെയും പക്ഷത്തല്ല, പക്ഷേ ചില കാര്യങ്ങളിലെങ്കിലും അവള് പറയുന്നതിനെ അംഗീകരിച്ചേ പറ്റൂ. അതുപോലൊന്നാ ഇതും. പക്ഷേ ഇനി അമ്മ വന്നിറങ്ങുന്നത് മുതല് മരുമകളുടെ വീരസ്യം പ്രസംഗിച്ചു തുടങ്ങും. എനിക്കതാ സഹിക്കാത്തത്. എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ ജ്യോതിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? DKക്ക് മാത്രമല്ല, അമരാവതിക്കും ചേർന്ന പെണ്ണ് തന്നെയാ ജ്യോതി, അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. നിന്നെപ്പോലെ വരുമോ ജ്യോതി? പകരക്കാരി എന്നും പകരക്കാരി തന്നെയാ. അല്ല കമലേച്ചി, ജ്യോതി പകരക്കാരിയാണെന്ന് ആർക്കും ഇപ്പം തോന്നില്ല. DKക്ക് പോലും. അമ്മയുടെ സന്തോഷം കണ്ടില്ലേ? ഈ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ആനന്ദം കണ്ടില്ലേ? നീ വേണ്ടെന്ന് വെച്ച സ്ഥാനമാണിത്. അതെന്തുകൊണ്ടാന്ന് കമലേച്ചിക്ക് അറിയില്ലേ? അറിയാം. അതുകൊണ്ട് തന്നെയാ ഞാനൊന്നും പറയാത്തത്. എന്റെ DKയുടെ കുഞ്ഞ്. എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ ഭാഗ്യമുണ്ടാവൂ കമലേച്ചി. ഇങ്ങോട്ട് വരുമ്പോ ഇല്ലാത്ത പലതും എന്നെ പിടിച്ചു നിർത്തുന്ന പോലെ. അതൊക്കെ വേണോ മോളെ? പേടിക്കണ്ട കമലേച്ചി, ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. എന്റെ വയറ്റില് ജനിക്കേണ്ട കുഞ്ഞല്ലേ, ഞാനും ഒരു അമ്മയുടെ സ്ഥാനത്തല്ലേ. മോളെ, അമിതമായിട്ട് ഒന്നും ആഗ്രഹിക്കരുത്, പിന്നെ സങ്കടപ്പെടേണ്ടി വരും. എന്തെങ്കിലും നോക്കുന്നേ? ഇതെന്താ എന്നെ ആദ്യമായിട്ട് കാണുക? ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. കുശിനിക്കാരൻ ഇപ്പൊ എന്നോടാ കടപ്പെട്ടിരിക്കുന്നത്. അമ്മ ജയിലിൽ കയറാതിരുന്നത് ഞാൻ കാരണമാണെന്നുള്ളത് ഓർമ്മ വേണം. അതിന്റെ ഒരു ബഹുമാനമൊക്കെ എന്നോടുള്ള പെരുമാറ്റത്തിലൊക്കെ വേണം കേട്ടോ. വേറെ എന്തൊക്കെ വേണം? നന്ദി വേണമെന്നൊന്നും ഞാൻ പറയില്ല. അല്ലെങ്കിലും മനുഷ്യര് പെട്ടെന്ന് നന്ദിയും കടപ്പാടും മറന്നു പോകുന്ന കൂട്ടത്തിലാണല്ലോ. അതുകൊണ്ട് അത് പോട്ടെ. പക്ഷേ സ്ത്രീകളെല്ലാം മോശക്കാരാണെന്നും പുരുഷന്മാരെക്കാൾ താഴ്ന്നവരാണെന്നുമുള്ള നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്തയുണ്ടല്ലോ, അതങ്ങ് കളഞ്ഞേക്കണം. എനിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും അവരവരുടേതായ കഴിവുകളുള്ളവർ തന്നെയാണെന്നാ എന്റെ അഭിപ്രായം. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാ. എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. ആ, ഭാര്യമാരോട് ബഹുമാനം വേണ്ട എന്നാണോ? അല്ലെങ്കിൽ ഈ പുരുഷന്മാരെല്ലാരും ഇങ്ങനെ തന്നെയാ. പുറമെ കാണുന്നത് പോലെയൊന്നും അല്ല ഉള്ളില്. തനി പാറയാ. 100% മെയിൽ ഷോവിനിസ്റ്റുകളാ മിക്ക പുരുഷന്മാരും. കാര്യം കാണാൻ എന്താ ഒരു സ്നേഹം. ചക്കരേ, മുത്തേ, കണ്ണേ, കരളേ, തേനേ, പാലേ, ഓ അമ്മോ എന്തൊക്കെയാ വിളി. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാലാ തനി സ്വഭാവം അങ്ങോട്ട് പുറത്തു വരും. അതിന് ഞാനെപ്പോഴാ നിന്റെ അടുത്ത് അങ്ങനെ വന്നത്? വന്നിട്ടില്ല. ഒന്ന് നല്ലോണം ഓർത്ത് നോക്കിയേ. നിന്നെ ഈ മുറിയിൽ നിന്ന് വിടാനേ എനിക്ക് തോന്നുന്നില്ല.
അതേ ചെക്കന് നല്ല ആട്ടിക്കൊള്ളാത്തിന്റെ സൂക്കേടാ. ഇപ്പൊ ഓർമ്മ വന്നോ? അല്ല, അത്രയും പ്രശ്നക്കാരായ ആളുകളെ നീ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കിയത്? അതിനാ കഴിവ് വേണമെന്ന് പറയുന്നത്. ഈ മണ്ടിയായ വായാടി പെണ്ണിനെ അത്രയ്ക്ക് വിലയൊന്നും ഇല്ലായിരുന്നല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ കാരണം അമ്മ രക്ഷപ്പെട്ടപ്പോ എന്നോട് കുറച്ച് ബഹുമാനമൊക്കെ തോന്നി തുടങ്ങിയില്ലേ? പിന്നെ അമ്മ ജയിലിൽ പോവാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ലല്ലോ, അതെന്റെയും കൂടി ആവശ്യമല്ലേ? കാരണം അതെന്റെ അമ്മയാണ്. അതിനുവേണ്ടിയും ആരുടെയും കാലു പിടിക്കാനും ഞാൻ തയ്യാറാ. വേണമെങ്കിൽ നീ ഇവിടെ ഈ കട്ടിലേക്ക് കിടന്നു. എന്താ പറഞ്ഞ? ആ, വേണമെങ്കിൽ കട്ടിലേക്ക് കിടന്നോളാൻ. അയ്യോ വേണ്ടായേ, ഇത്രയും നാള് ഞാൻ ആ സോഫയിൽ തന്നെ അല്ലേ കിടന്നുറങ്ങിയത്. അങ്ങനെ നിങ്ങൾ പറയുമ്പോ സോഫയിൽ കിടക്കാനും നിങ്ങൾ പറയുമ്പോ കട്ടിലിൽ കിടക്കാനും എന്നെ കൊണ്ട് വയ്യ. ഇനി എനിക്ക് തോന്നട്ടെ നിങ്ങളുടെ കൂടെ ഈ കട്ടിലിൽ കിടക്കണമെന്ന്, അന്നേരം ഞാൻ വന്ന് കിടന്നോളാം. തൽക്കാലം കുശിനിക്കാരൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയാ മതി. അമ്മേ, മോനെ, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നിനക്ക് സന്തോഷമായോടാ? അവിടുത്തെ താമസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതാ രസം. എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി ചെറിയ വല്ല സെറ്റപ്പും ആയിരിക്കുമെന്ന്. ചെന്നപ്പോ ചേടാ ഇതിനേക്കാൾ വൻ സെറ്റപ്പ് അല്ലേ. ഇതൊക്കെ എപ്പ ചെയ്തടാ? അതെ, ഞാൻ തന്നെ പണ്ട് എപ്പോഴോ പോയതാ. അന്ന് ഇത്രയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ കണ്ടപ്പോഴേ ഞാനും അങ്ങ് ഞെട്ടിപ്പോയി. എടാ, ഇതിനെല്ലാം ഒരു ദിവസം അവിടെ കൊണ്ട് കാണിക്കണം കേട്ടോ. ഒരിക്കലാവട്ടെ, കൊണ്ടുപോവാ. മക്കളെ, അതെ നീയാണ് അവിടെ ചെന്ന് എല്ലാം പറഞ്ഞ് ശരിയാക്കിയെന്നേ ഇവൻ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഓ, അതിനിടയ്ക്ക് ആ ന്യൂസ് അവിടെ എത്തിച്ചോ? ഇനിയിപ്പൊ മരുമകളെ പുകഴ്ത്തുന്ന കേട്ട് എന്റെ ചെവി അടിച്ചു പോവല്ലോ. ഓ, ആ മരണ വീട്ടിൽ പോയി അവരോട് സംസാരിക്കാൻ നിനക്ക് പേടിയും തോന്നിയില്ലേ? ഞാൻ എന്തിനു പേടിക്കണമേ? സംഭവിച്ചതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. അത് ശരിയാ. ഏതോ ശത്രുക്കൾ ചെയ്ത പണിയല്ലേ. ചതി സംഭവിച്ചതാന്ന് അവരെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ അമ്മയില്ലാതെ പറ്റില്ല. അതിന് ഏതറ്റം വരെയും പോവും ഞങ്ങള്. അതെ അതെ, അമ്മയില്ലാത്തോണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അമ്മേ, സത്യത്തിലെ അമ്മ വന്നപ്പോഴാ ഡിക്കയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് തന്നെ. എന്റെ അമ്മേ, ഈ ഹിറ്റ്ലറെ 2 ദിവസമായിട്ടൊന്നും കഴിച്ചത് പോലുമില്ല. ആണോ? അമ്മയുടെ മോന് അമ്മയോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. മോനെ, മൈ സൺ, നിന്റെ ലവ് ഈ അമ്മയ്ക്ക് അറിയാടാ. യു ആർ മൈ ഗ്രേറ്റ് സൺ. എന്റെ ലിറ്റിൽ കണ്ണനാ ഇവളെ അവിടെ കൊണ്ടുപോയതും അവരോട് സംസാരിപ്പിച്ചതും എല്ലാം സെറ്റിൽ ചെയ്യിപ്പിച്ചതും. മൈ സൺ, ഇവളും ഇവിടെ വയറ്റുള്ള കുഞ്ഞും നിന്റെ ലക്കാണ്.
ജ്യോതി, അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. ഞാൻ എടുത്തിട്ട് വരാം. അമ്മ പറഞ്ഞതില് ഒരു കാര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഏത് കാര്യം? ജ്യോതി പോയി പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തു എന്നുള്ളത് നേരാ. പക്ഷേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകം ഒന്ന് നോക്കുന്നത് നല്ലതാ. ആ, അത് വയറ്റിൽ കുരുത്തപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇനി ഭൂമിയിലോട്ട് വന്നാൽ എങ്ങനായിരിക്കും? അമ്മക്കാലോ അച്ഛൻകാലോ ഇനി അമ്മമ്മക്കാലോ? ആർക്കറിയാം എന്താവൂന്ന്. നിനക്കിത് പറയാൻ എങ്ങനെ തോന്നിയടി? യു ഇഡിയറ്റ്. നിനക്കറിയാമോ, ലോകത്ത് ഒരു കുഞ്ഞും മോശ സമയത്ത് ജനിക്കുന്നില്ല. എല്ലാ ജനനവും നല്ല സമയത്ത് തന്നെയാ. ജ്യോതിയോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടതേ ഇങ്ങനെയല്ല. നാളെ നിന്റെയൊക്കെ വയറ്റിലും ഉണ്ടാവും ഇങ്ങനെ ഓരോന്ന്. മനസ്സിലായോ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വിവരമില്ലായ്മ സഹിക്കാം, പക്ഷെ അതൊരു ഓർണമെന്റ് ആയിട്ട് കൊണ്ടു നടക്കരുത്. ഇവിടെ വായുന്നത് നല്ല വാക്ക് വരില്ലേ? എന്തായാലും ഈ പറഞ്ഞത് ഇത്തിരി കടന്നുപോയി. കടുപ്പം തന്നെ മക്കളെ. വയറ് നിറച്ച് കിട്ടിയല്ലോ, തൃപ്തിയായില്ലേ? മോളെ എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോ. ഈ സമയത്ത് ഇങ്ങനെ ചാടി എഴുന്നേക്കാൻ പാടില്ല. മോളോ ഒക്കെ ആണല്ലോ അല്ലേ? എന്നാൽ എന്തൊരു ദുഷ്ടന്മാരാ അവന്മാര്. വീട്ടിന്റെ അകത്ത് കയറി വന്ന് ഗർഭിണിയായ ഒരു പെണ്ണിനെ തള്ളിയിടുക എന്നൊക്കെ പറഞ്ഞ. സാരമില്ല അമ്മായി, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. നോ നോ നോ, ആശുപത്രി പോണം. ഇപ്പൊ പുറമേ കാണാനില്ലെങ്കിലും അകത്ത് ഹേമം തട്ടി കാണും. എന്റെ അമ്മ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ജ്യോതിമോള ഞങ്ങളെ രക്ഷിച്ചേ. അതെന്റെ കടമയല്ല അമ്മായി. എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചു? നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ. ആ, ഞാൻ നേരെ അങ്ങോട്ട് കേറി ചെന്നു. എന്നിട്ട് ഞാനാണ് ജ്യോതി, അമരാവതിയിലെ പത്മാവതി അമ്മയുടെ മരുമകൾ. എന്റെ അമ്മ നിരപരാധിയാണ്. ഞങ്ങളുടെ ശത്രുക്കൾ ആരോ ചെയ്ത പണിയാണിത്. നിങ്ങൾ കേസിൽ നിന്നും പിന്മാറണം. എന്റെ അമ്മയെ ജയിലിൽ അയക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. നിങ്ങളുടെ നഷ്ടത്തിന് ഞങ്ങളാലാവുന്ന പരിഹാരം തരാൻ എന്റെ അമ്മ പത്മാവതി അമ്മ തയ്യാറാണെന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞു. പത്മാവതി അമ്മ എന്ന പേര് കേട്ടപ്പോ തന്നെ അവരങ്ങ് ഫ്ലാറ്റായി. ഒന്ന് പൊടി കളി പെണ്ണേ. എന്റെ പേര് കേട്ടാൽ വീഴാൻ ഞാനത് MLA പുലാദേവിയോ മറ്റോ വേണോ? ആ, MLA കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വേറൊരു കാര്യം ഓർത്തെ. പഞ്ചായത്ത് പ്രസിഡന്റാ എന്റെ ഒപ്പം വന്നത് അവിടെ. അതാ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവാൻ ഏറെ സഹായിച്ചത്. എന്തായാലും നന്നായി. ആരുടെ ശാപം നമ്മുടെ തലയിൽ വന്ന് വീഴില്ലല്ലോ. അല്ല, അമ്മ എസ്റ്റേറ്റിൽ അടിച്ചു പൊളിച്ചു എന്നാണല്ലോ കേട്ടത്. എന്റെ ബേട്ടി 2 days കട്ട എൻജോയ്മെന്റ് ആയിരുന്നു. നമ്മുടെ തൊഴിലാളികള് നാടൻ ഇറച്ചിയൊക്കെ കൊണ്ടുതരും. ഒരു രക്ഷയില്ല. അതെ. അവിടെ ഒരു അമ്പലമുണ്ടേ. അമ്പലമല്ല, തൊഴിലാളികൾ പണ്ടുപോലെ പണിക്ക് പോകുമ്പോ പ്രാർത്ഥിക്കുന്ന ഒരു കൽദൈവം. 2 ദിവസം അവിടെ പോയിട്ട് ഞങ്ങളവിടെ മനോരുക്കി പ്രാർത്ഥിച്ചു. എന്നാൽ നല്ല രസമായിരുന്നു. ചായ എനിക്കൊന്നും വേണ്ട, ഞാൻ വൊമിറ്റ് ചെയ്യും. എനിക്കിപ്പോ ചായയുടെ മണമൊന്നും തീരെ പിടിക്കുന്നില്ല അമ്മായി. കേട്ടോ അമ്മായി, വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയവര് ജ്യോതിയെ തള്ളി നിലത്തിട്ടു. ദേഹം ഹേമം തട്ടിയിരിക്കുക. ആയുർവേദ കഷായം എന്തെങ്കിലും കുടിപ്പിക്കണം.
ഹേമന്ത് തട്ടിയെങ്കിൽ ആയുർവേദം തന്നെ ആ നല്ലത്. അമ്മായി, എനിക്ക് പണ്ടൊരു ഹേമം തട്ടിയപ്പോ വൈദ്യരൊരു കഷായം തന്നു. ഗുൽഗുൽ തിക കഷായം. എന്തോന്നാ? ആഹാ, മോൾ അവിടെ ഇരിക്കുക. പതുക്കെ ഇങ്ങനെ ചാടി എഴുന്നേക്കാവോ? പതുക്കെ. എന്തോന്നാ പറഞ്ഞേ? ഗുൽഗുൽ തിക കഷായം. ഗുൽഗുർത്തിക്കയോ? ഞാനും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കി മായേ, നീ അത് കുറച്ച് വാങ്ങി ജ്യോതിമോക്ക് കൊടുക്ക്. അയ്യോ, എനിക്ക് ആ കഷായൊന്നും വേണ്ട. കഷായം കുടിച്ചാലേ ഞാൻ ഭയങ്കര ഛർദിലായിരിക്കും. ദേ, അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ആ കഷായം കുടിച്ചേ പറ്റൂ. അല്ലെങ്കിലേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാ അതിന് ദോഷം പറ്റുന്നത്. ആ മായേ, നീ അതിനുള്ള ഏർപ്പാടുണ്ടാക്ക. അയ്യോ, അല്ല എനിക്ക് വേണ്ടായിരുന്നു. ഗുൽഗുൽ തിക കഷായം. നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാവടി അമ്മായിയമ്മ.